പൂർണ്ണമായും സജ്ജമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൽ നിന്ന് വന്നിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് പറഞ്ഞത് ജയ്സാ ആപ് ചാത്തായെ വൈസാ ഹോക്കർ രഹേഗ. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ രാജ്യത്ത് 26 വിനോദസഞ്ചാരികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ അതൊരു ഭീകരാക്രമണം തന്നെയാണ്. ആ ഭീകരാക്രമണത്തിന് വഴിമരുന്നിട്ട പാകിസ്ഥാനിലെ ഭീകരതയുടെ കേന്ദ്രത്തെ ഹാഫിസ് സയ്യിദ് അടക്കമുള്ള മുഴുവൻ ഭീകരരെയും ഇല്ലാതാക്കണമെന്നതാണ് ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയോടെയൊക്കെ ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സംസാരിക്കുന്നത് പാകിസ്ഥാൻ കാണിച്ച നെറുകേടിന് ഇന്ത്യ എന്ത് മറുപടി കൊടുക്കും എന്നതിനെക്കുറിച്ചാണ്. അത് സാധാരണക്കാർക്കിടയിൽ പോലും സംസാര വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിവരങ്ങളെല്ലാം അവർ ആകാംക്ഷയോടെ ഇരുന്ന് കാണുന്നതും. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്നതാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ലൂപ്പ് ഹോൾസ് നമുക്കൊരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ആകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആദ്യം മുതൽ ഒന്നൊന്നായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം തീർക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പോയത്. ഇവിടെ പാകിസ്ഥാന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് വലിയ തിരിച്ചടിയാണ് നമ്മൾക്ക് നേരെ ഉണ്ടാകാൻ പോകുന്നത്. ആ തിരിച്ചടി എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള അട്ടർ കൺഫ്യൂഷനിലാണ് പാകിസ്ഥാൻ.